PM-ശ്രീ പദ്ധതി ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-നെതിരായി മുസ്ലിം ലീഗ് വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു പ്രചരണായുധമായിരുന്നു PM-ശ്രീ പദ്ധതി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF-ന് അധികാരത്തിൽ വന്നു, മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയായി. ഇപ്പോൾ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ? വിദ്യാഭ്യാസ മന്ത്രി, മുസ്ലിം ലീഗുകാരനായ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേൾക്കും. ഇതിൽ LDF പറഞ്ഞിരുന്നൊരു കാര്യം ഈ ഫണ്ടിനെ കുറിച്ചാണ്. അത്രയും ഫണ്ട് വേണ്ട എന്ന് വെക്കണോ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി. അതിൽ ആ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്കും യോജിപ്പാണ്. കാരണം ഈ നമ്മുടെ നാട് ഒരു ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെൻറ്ററിനും ഒക്കെ അവകാശമുണ്ടെങ്കിലും അധികമായിട്ട് സ്റ്റേറ്റിൽ നടപ്പാക്കി വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതിക്ക്, ഒരു പദ്ധതിക്ക് കണ്ടീഷൻ വെക്കുക എന്നുള്ളത് അതൊരു ഫെഡറലിസത്തിന് യോജിച്ചതല്ല. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഫെഡറലിസം വന്നു, സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും വിദ്യാഭ്യാസത്തിലുള്ള അവകാശം വന്ന്, അതുപോലെ പദ്ധതിക്ക് വെച്ച കണ്ടീഷനും വന്നു. ഇത് തന്നെയല്ലേ CPM പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതും കൂടി കേട്ടുന്നു. വലിയൊരു സാമ്പത്തിക സഹായം കേരളത്തിന് ലഭിക്കും. അതിൻ്റെ ഒരു വശമുണ്ട്. ഈ ഇത്രയും ഫണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട 1000 കോടിയിൽ പരം രൂപയുടെ ഫണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പലതിനും നമുക്ക് ഫണ്ടില്ലാത്ത വിഷയമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അതെല്ലാം വെച്ചുകൊണ്ട് UDF ലീഡർഷിപ്പ് അത് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി അതിൻ്റെ ഒരു തീരുമാനം പറയും. അടിപൊളി. ഇപ്പൊ എന്തായി? ഫണ്ടും കൂടി വന്നു. ഇപ്പൊ എല്ലാം ആയില്ലേ? പൂർണ്ണമായില്ലേ? ഫെഡറലിസം, സ്റ്റേറ്റിനും സെൻട്രലിനുമുള്ള വിദ്യാഭ്യാസത്തിലുള്ള അവകാശം, പദ്ധതിക്ക് വെച്ച കണ്ടീഷൻ, അതുപോലെ തന്നെ ഫണ്ടും. CPM എന്തായിരുന്നോ പറഞ്ഞത് അത് തന്നെയല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്? അന്ന് നിങ്ങൾ പറഞ്ഞത് CPM-ഉം RSS-ഉം തമ്മിലുള്ള ഡീലാണെന്ന്. ഇപ്പോൾ ആര് തമ്മിലുള്ള ഡീലാണ് നിങ്ങൾ പറയും? ഇപ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യണം, ആലോചിക്കണം, UDF-ൽ ചർച്ച ചെയ്യണം, മുഖ്യമന്ത്രി തീരുമാനം പറയണം. ഇങ്ങനെയൊന്നും അല്ലല്ലോ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതൊന്ന് കേട്ടുനോക്കി. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM-ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഇപ്പോൾ വലിക്കാനും ആളില്ല, ചവറ്റുകൊട്ടയിൽ എറിയാനും ആളില്ല. ഭരണം കിട്ടിയല്ലോ, അത് മതി.